ഹലോ, അങ്ങനെ നമ്മൾ ഫാമിലിയായിട്ട് ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ എൻ്റെ 2 അനിയത്തിമാരിൽ ഒരാൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അവൾ ഈസ്റ്ററിന് വന്നിട്ട് പോയപ്പോൾ കൂടെ എൻ്റെ രണ്ടാമത്തെ സിസ്റ്റർ കുഞ്ഞാറ്റേനെയും പിന്നെ എൽസുവിനെയും ബാംഗ്ലൂർക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയും പിന്നെ നമ്മൾ പോകുന്നതിൻ്റെ ഷോർട്ട് വീഡിയോയും നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവരെ തിരികെ കൊണ്ടുവരാൻ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. രാത്രി ഒരു 8 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴി ഫുഡൊക്കെ കഴിച്ചു. രാത്രി ആയതുകൊണ്ട് വലിയ ബ്ലോക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ രാവിലെ ഒരു 8 മണി ആയപ്പോഴേക്കും ബാംഗ്ലൂർ എത്തി. അപ്പം നമ്മുടെ കുട്ടീസ് അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് നടക്കാനിറങ്ങി. ചെറിയൊരു ഷോപ്പിംഗ് ആണ് നമ്മുടെ ലക്ഷ്യം. അതിന് വേണ്ടി നമ്മൾ നേരെ പോയത് അവിടെ അടുത്തുള്ളൊരു ഷോപ്പിലോട്ടാണ്. അവിടെ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ്, ക്രാഫ്റ്റ് ഐറ്റംസ്, സ്റ്റോറി ബുക്സ്, ഡയറീസ്, സ്കൂൾ ബാഗ്സ്, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽസ്, ടോയ്സ്, സോഫ്റ്റ് ടോയ്സ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. എന്തു വാങ്ങണം എന്ന് കൺഫ്യൂഷനാവും നമുക്ക്. ഇസതേ അവിടെ ഒരു ബേബിയുടെ ഫോട്ടോ കണ്ട് അതുമായിട്ട് കളിയായിരുന്നേ. അപ്പം നമ്മളെല്ലാം ഒന്ന് ചുറ്റി നടന്ന് കണ്ട് പിള്ളേർക്ക് അത്യാവശ്യം കുറച്ച് ടോയ്സും ബുക്സും ഒക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ സ്നോ സിറ്റിയിലോട്ട് പോവാണ്. നല്ല ബ്ലോക്ക് കിട്ടിയോണ്ട് നമ്മളവിടെ എത്താനും ഒരുപാട് ലേറ്റായി. അവിടെ കയറിയപ്പോൾ തന്നെ എൽസു നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ അകത്ത് കയറി ടിക്കറ്റൊക്കെ എടുത്തു. സോമിയും മിസയും വരുന്നില്ല, അവൾക്ക് പനി ആയതുകൊണ്ട് അവർ പുറത്തിരിക്കുവാണ്. പിന്നെ നമ്മൾ നേരെ അകത്ത് കയറി ഡ്രസ്സും ഗ്ലൗസും ഷൂസും ഒക്കെ ഇട്ട് റെഡിയായി. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. പിള്ളേർക്ക് സ്നോയിൽ കളിക്കുന്നതൊക്കെ ഒത്തിരി ഇഷ്ടമായി. പിള്ളേർക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. എൽസുദേ മഞ്ഞൊക്കെ വാരി കളിയായിരുന്നു. 1 അവർ ടൈം ഉണ്ടെങ്കിലും നമ്മൾ അതിന് മുന്നേ അവിടെ നിന്ന് ഇറങ്ങി. കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവളെ വിറയ്ക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. എന്താണെങ്കിലും മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നെ നമ്മുടെ കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നൈറ്റ് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒപ്പം നമ്മളൊരു ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്ത് ചെറുതായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ ബാക്കി ബാംഗ്ലൂർ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. താങ്ക്